ഹായ്, നമ്മള് സലാല എത്തിയിട്ടുണ്ട്. മിനിയാന്ന് എത്തിയത്. ഇന്നലെ വ്ളോഗ് എടുക്കാൻ പറ്റില്ല. കുറച്ച് സ്ഥലത്ത് പോയി, അധികം സ്ഥലത്തൊന്നുമില്ല. ഇന്ന് നമ്മള് ഡേ 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എടാ പോകണമെന്ന് അറിയില്ല, ഇടയ്ക്കൊക്കെ പോകുന്നുണ്ട്. കുറെ പ്ലാൻ ഉണ്ട്. ഇവർ പോകുന്നതനുസരിച്ച് നമ്മള് പേരൊന്നും ഓർമ്മയില്ല. ഇതൊക്കെ പറയുന്നത് ഷെബൽ ഷാ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പച്ച പച്ചക്കടത്തെ വണ്ടി പോയാൽ ആ വണ്ടി വേഗം പോയാൽ അടിപൊളി പോട്ടെ. ഇന്നത്തെ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ജബൽ ഷാദ് വ്യൂ പോയിന്റ്. ഇത് ബീച്ചല്ലേ, ഇതാണ് ജബൽ ഷാദ് വ്യൂ പോയിന്റ്. ഇത് കാണുന്നുണ്ടോ എനിക്കറിയത്തില്ല. താഴെ ബീച്ചാ, അടിപൊളി വ്യൂ. അടിപൊളി വ്യൂ ആട്ടോ. താഴെ ബീച്ചാണ്. വരുന്ന സമയത്തൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നല്ല ഉറക്കുറങ്ങി. ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു സമയത്ത്, ഞാൻ അറിഞ്ഞത് പോലും ഇല്ല. നല്ല ഉറക്കുറങ്ങി. ഞാൻ ഇതാ അതിൻ്റെ ബാക്കിലുണ്ട്. ഇതാ വരുന്ന സമയത്ത് നല്ല അടിപൊളി വ്യൂ ഒക്കെ ഇടുന്നവർ പറഞ്ഞു, നല്ല വ്യൂ ആയിരുന്നു. പക്ഷെ ഉറക്കത്തിൽ നല്ല ലേറ്റായിട്ട് കിടന്നിട്ട് പിന്നെ രാവിലെ എണീറ്റതല്ലേ. സോ ഇത് നമ്മുടെ കൂടെയുള്ള ഷിബിനീടും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. കൊച്ചുണ്ട്. അപ്പോൾ കൊച്ചിനെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അത്യാവശ്യം യാത്ര ചെയ്ത് വന്നതല്ലേ, കൊച്ചു നല്ല ഉറക്കിയിരുന്നു. എന്തായാലും നല്ല ഈ അപ്പുറത്ത് കാണുന്ന സ്ഥലങ്ങളൊക്കെ സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലവേഴ്സും നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ സെറ്റായി വരുന്നേ ഉള്ളൂ. സീസൺ ആവാത്തതുകൊണ്ട് ഇങ്ങനെയുള്ളത്. സീസൺ സ്റ്റാർട്ട് ചെയ്തില്ല. അവിടെ അത് അപ്പുറത്തെ വ്യൂ പോയിൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഫിറോസ്ക്ക് അപ്പുറത്താണ്, അപ്പുറത്തെ വ്യൂ പോയിൻ്റാണ് തോന്നുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ഥലത്ത് കുറേ പശുക്കളും ഡോങ്കിയൊക്കെ ഉണ്ട്, ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നുണ്ട്. അടിപൊളി സ്ഥലം, നല്ല രസമുണ്ട്. നാട്ടിലൊരു ഫീല്, വന്നപ്പോഴേ നാട്ടിലൊരു ഫീലാണ്. ഇന്നലെ ഞങ്ങൾ അത്ര പോയ സ്ഥലത്ത് ഒരു സ്ഥലത്ത് തീരെ സീസൺ ആവാത്തോളം തീരൊന്നും ഉണ്ടായിരുന്നില്ല, മുട്ടക്കൊന്നിരുന്ന്. ഇന്നലെ ഞങ്ങൾ അയ്യൂബിൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു, ആ കുളത്തിൻ്റെ ഒക്കെ അവിടെ. ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, പക്ഷെ അത് നമ്മൾ ഇനി വരുമ്പോൾ വീഡിയോ എടുക്കും. സത്യം പറഞ്ഞാൽ സലാല വരുന്ന സമയത്ത് കുറേ ആഗ്രഹിച്ചതാണ് അയ്യൂബ് നബിയുടെ താമസിച്ചിരുന്ന അവിടെ പോകണമെന്നും അവിടെ സിയാറത്ത് ചെയ്യണമെന്നും. പിന്നെ അവർ അസുഖമൊക്കെ മാറി കുളിച്ച ആ ഒരു കുളത്തിൽ പോയിട്ട് അവിടെ പോകണം എന്നൊക്കെ. ഇന്നലെ അത് പോയി. ഇന്നലെ കാര്യമായിട്ട് നടന്ന സ്ഥലം. ഇന്നലെ നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് പോകുന്ന സ്ഥലം അതാണ്. ഇന്നലെ നമ്മൾ
ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര സങ്കടം. അതിന് വരുന്ന സമയത്ത് വീഡിയോ എടുക്കണം വിചാരിച്ചതായിരുന്നു. പക്ഷേ എന്നാലും മൂഡ് അങ്ങനെ സെറ്റായിരുന്നില്ല. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കള്ളത്തിനോടൊക്കെ പോയി കൈയൊക്കെ കഴുകി. സീസൺ ആവാത്തോണ്ട് ഒഴുകുന്നൊന്നുമില്ല. പക്ഷേ അവിടെ പോയി സിയാറത്ത് ചെയ്യാൻ പറ്റി. ഇത് ഷെഫിന്റെ അവിടെ നിൽക്കുക ഒരു സെക്കൻഡ്. വരുന്നുണ്ട് ഗൈസ്. ഞങ്ങളൊക്കെ കണ്ട് ഇതാ അവര് വരുന്നത് ഗൈസ്. തടിച്ച പോലെ ഉണ്ടോന്നാ ചോദിക്കുന്നത്. അമരു അവർക്ക് ഫിനിഷ് ഞാൻ കണ്ടു. അങ്ങോട്ട് നോക്ക് കുട്ടി. കേട്ടില്ല ഫിറോസ്ക പറഞ്ഞ് കേട്ടില്ല. അതാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നേരത്തെ. അത് ബീച്ചാടാ കണ്ടോ? സൈഡിലേക്ക് നോക്കി അവിടെ നോക്കി. അപ്പൊ വെള്ളം ഗാരീഷിന്റെ വീഡിയോ എടുത്തല്ല രസം ഉണ്ടായിരുന്നു. അവിടെ പൂവുണ്ടായിരുന്നെങ്കിൽ. കൗനെ കൗക്ക് അപ്പുറത്തെത്തിയടാ. അപ്പുറത്ത് എവിടെ എത്തി? നമ്മൾ അങ്ങോട്ട് പോവാ. അങ്ങോട്ട് പോയി കൗ എന്നെ പൊന്തിച്ചേരാനാ. ഞാനൊന്ന് ആസ്വദിച്ച് വരുമ്പോ പിന്നെ വണ്ടിക്കെത്തി ഞങ്ങള്. ഞാൻ നടക്കട്ടെ അല്ലേ? ആ ഞാനൊന്നുമില്ല, ഞാൻ നടക്കട്ടെ വരുന്നില്ല. മോനെ വണ്ടി കണ്ടിട്ടും ഇങ്ങോട്ട് പോരുക. പൊടിക്കാറ്റാ? പൊടിയാണോ കോടയാണോ? ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇതില്ലല്ലേ മറ്റേ ഇതില്ലല്ലേ പ്രൊട്ടക്ഷൻ ഇല്ലല്ലേ? താഴൊക്കെ കിടക്കണെന്താ കടുപ്പാവില്ലെങ്കിൽ നമുക്ക് കുട്ടിനെ വെച്ചാണ്ട് വെക്കല്ലേ? അല്ലെങ്കിൽ കുട്ടിൻ്റെ ഇതൊക്കെ പൂവ് വരും ഇതിന്റെ പേടിയാണ്. അവിടെ നിന്ന് ഫോട്ടോ എടുത്തോ. നമ്മൾ അവിടെ കണ്ടത് തന്നെ അവിടെ ഉള്ളത് സെയിം സാധനം. ഇറങ്ങണക്കെ കൂർത്ത കല്ലാട്ടോ നോക്കണേ. അല്ലാതെ നിങ്ങൾ പറഞ്ഞത് നടന്നു വരുമ്പോ നല്ല രസമുണ്ട് വീഡിയോ ഒക്കെ ആണെങ്കിൽ. വ്യൂ പോയിന്റ് അല്ലാക്ക് ചിപ്റ്റ് തന്നെ. താങ്ക് യു. ക്യാമൽ ലവർ ക്യാമലിന്റെ കൂടെ
ചെറുതായിട്ട്. ഇത് തെറ്റാട്ടോ. ആ വണ്ടി പോയാൽ ആ വണ്ടി വേഗം പോയാൽ അടിപൊളി പോട്ടെ. എന്താണ് നാട്ടിൽ പോകുമ്പോ അവനോട് അനിമൽസിനെ കയറി ക്യാമൽ അയ്യോ കേൾക്കുമ്പോ പറയാ ക്യാമൽ അവിടുന്ന് ഇങ്ങോട്ട് വരികയാണേ. മതി പറഞ്ഞത് വാ വായോ വായോ നിങ്ങൾക്ക് പിസ്സ വേണോ അതോ ചിക്കിങ് വേണോ? പിസ്സ വേണോ ചിക്കിങ് വേണോ? ചിക്കന് ഫ്രൈഡ് ചിക്കന് KFC പോലെ ഏതാ വേണ്ടി? ഫ്രൈ ചിക്കൻ എന്നിട്ട് ഒരു സനപ്പ് എന്നിട്ട് പിസ്സ. ഓക്കേ പിസ്സ എന്നാ വായോ എല്ലാം കഴിക്കാൻ പറ്റും. ഇന്നത്തെ ലഞ്ച് പിസ്സ ചിക്കിങ് വിത്ത് 7up. കേറുന്നില്ലേ? ഇവിടെടാ ഇവിടെ 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 സാരിഷേ അങ്ങനെ പല ഷേപ്പ് ഉണ്ടാവും. ലഞ്ച് ഇഷ്ടമുള്ള പിസ്സ. ഉമ്മാർക്ക് സോസ് ഇട്ടെടുക്കാൻ പിസ്സ ഇഷ്ട ഏതാ വ്യൂ റോഡ് തന്നെ. സിംഗ് ഹോൾ സൈറ്റ് അങ്ങോട്ട് അത് നോക്കണ്ട പോകുമ്പോ തെറ്റാട്ടോ. പോയി ചെറുതായിട്ട്.
ഇത് വാഴ അത് ഇതാണ് തെങ്ങ് നോക്കി ഇത് തെങ്ങ് ആ മുരിങ്ങന്റെ അല്ല എത്തി മലപ്പുറത്തി നമ്മള് കറക്കാൻ തുടങ്ങിയതാണ് 2 പ്രാവശ്യം റോഡ് കറങ്ങി ചോറ് ഫുഡ് കഴിച്ച് നിസ്കരിച്ച് റോഡിനെ കറങ്ങി ഗൂഗിൾ മാപ്പ് ഇവിടെ തന്നെ എത്തിപ്പെടുന്നു മിക്കവാറും ഇന്ന് ഈ റോഡ് തന്നെ ഈ കാക്കമ്മന്റെ അമ്മന്റെ കല്യാണം ഓർമ്മ പാട്ട് തന്നെയായിരുന്നു അഥവാ വന്നില്ലെങ്കിലോ എങ്ങനെ ഇന്നലെ സ്റ്റോറി ഇട്ട് എനിക്ക് കാണുന്നുണ്ടേ ആ ഈ സ്ഥലം ഇതിവിടെയാണ് ഇത്ര നമ്മൾ വരുമ്പോ ഉണ്ടാവില്ല എന്തായാലും ഇത്ര ഉണ്ടാവില്ല ഇപ്പൊ ഈ സമയത്ത് അല്ല ഇത് കടലടിക്കുന്നതാണ് മാഞ്ചല്ല അപ്പൊ ഉണ്ടാവും പണി കിടക്കുന്ന ഒരു സാധനം വെച്ചിക്കാണ്ട് എന്തേ നടക്കുന്നുണ്ട് എല്ലാം ചീറ്റുന്നുണ്ട് അവിടുന്ന് കുറെ റീൽസും പോലും അല്ല ഇതൊക്കെ ഒരു ടൈപ്പല്ലേ ഇതിപ്പോ 3-ാമത്തെ പ്രാവശ്യമായി എവിടെ ഇപ്പൊ നമുക്ക് അറിയാം എവിടാണ് ക്യാമറ ഉള്ളത് എന്താണ് നീ ഗൂഗിൾ മാപ്പ് ഒന്നും ആവശ്യമില്ല ഇന്ന് മൊത്തം ഈ റോഡ് അങ്ങോട്ട് പോലും ഇങ്ങോട്ട് സ്ഥലം കണ്ടു അങ്ങോട്ട് എത്തണമെങ്കിൽ 3 കിലോമീറ്റർ ആ കാണുന്ന ഓണയിൽ കൂടെ നടക്കണം നല്ല ബീച്ച് നിർത്തിയിട്ട് അങ്ങോട്ട് പോയിക്കൂടാ അതെ സ്കൂട്ടർ ഇട്ടാ മതി എല്ലാവർക്കും പള്ള പറഞ്ഞ ചിരിയാനപ്പോ അല്ലെങ്കിൽ ഇപ്പൊ ചിരിയൊന്നും ഉണ്ടാവില്ല കിട്ടിയാ എന്തെത്താത്തെ കണ്ടുണ്ടാവില്ലേ പോകാൻ പറ്റും ഒരൊറ്റ വണ്ടി നിർത്തിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു വണ്ടി ഇങ്ങോട്ട് പോയില്ലേനോ ഞാൻ കണ്ടിന് വർക്ക് ചെയ്തിട്ട് ഈ വണ്ടി രാവിലെ ഒന്ന് കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഉണ്ട് കുറച്ചാൾ നിന്നിക്കാണ്ടൊക്കെ നോക്കുന്നുണ്ട് ഇന്ന് കയറി നമ്മള് ഒറ്റക്കുള്ള സമയത്ത് ആ തിരിക്കുന്നുണ്ടോ വണ്ടി വൈറ്റ് കൊക്ക് 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 കിടക്ക് എന്തൊക്കെ വലിച്ച കോമഡിയാ പറഞ്ഞാ മതിയല്ലേ അറിയില്ല 3 കിലോമീറ്റർ അല്ലേ കൊറേ നേരം ഇരിക്കുന്നതേ ഇനി കുറച്ച് നടന്നിട്ട് ഫിറ്റാക്കാം ഇപ്പൊ ഭാവി വന്നിട്ട് പറയും നമുക്കില്ലേ അതിലൂടെ പോവാ ശിവ വണ്ടി പോകുന്നു വരുന്നുണ്ട് ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്താ പറയാ 2 വണ്ടി ഇപ്പൊ അങ്ങോട്ട് പോയി
അത് പറയാൻ വേണ്ടി വരുവായിരുന്നു. നിങ്ങൾ എന്തിനാ കൊളാക്കി? നോക്കി വരി. അല്ല ഞാൻ അതിന്റെ നടന്നീനെ അങ്ങനെ നടന്ന് കയറാൻ വഴിയുണ്ടോ നോക്കിയാ അത് 2 വണ്ടി പോയി. മറ്റേ ആ ഒമാനില്ലേ അതിലെ പോയി. അല്ല ഞാൻ അയാളൊന്നും കുറച്ച് എത്തില്ല. ഫോളോ ചെയ്ത് അല്ല നമ്മൾ അയാളോട് പറയണം. അല്ല അയാളെ നിങ്ങളിന്റെ ഫോളോ ചെയ്ത് വന്നതല്ലേ. ഫൈനലി ഫൗണ്ട് അല്ലേ? 3 കിലോമീറ്റർ ഉണ്ട്. തിരിച്ചു പോകാൻ പോയി. അതെ കറക്റ്റ് സമയാണിത്. എല്ലാവർക്കും അല്ലേ വരുന്നത്. ഇതപ്പൊ കാണാൻ പോണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് അങ്ങോട്ട് തന്നെ പോണത്. ഇതപ്പൊ ഉണ്ടാക്കി വെച്ചിരുന്നത് വെള്ളം കാണാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അങ്ങോട്ടേക്ക് പിന്നെ ഇതിട്ടല്ലേ മണ്ണ് തമർത്തിയല്ലേ ആള് വരുന്ന എനിക്കറിയാം. നമ്മൾ രണ്ട് കറക്റ്റ് അതിനെ മനസ്സിലായി. ഇനിയിപ്പോ നോക്കിയാ മതി. സ്ഥലം എവിടെ? ഒരു ഫോട്ടോ എടുത്തരോ? അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റൂലല്ലേ? നമ്മള് ഫ്രൈസ് വാങ്ങാൻ നിൽക്കണം. ഇസു ഐസ്ക്രീം വേണം തന്നെ. ഇസു ചമ്മിപ്പോയി. ഞാൻ പിടിക്കണല്ലോ അല്ലേ? നല്ല കാറ്റ്. എന്താ ആ ഇവര് പറയണ പേരെന്താ? ഇവര് പറയണ പേരെന്താ? ഇതിന്റെ പേരെന്താ? ഫിറോസ് ഖാദിർ അങ്ങോട്ട് പോ. കടലൊരു വൈറ്റ് സാധനം എന്താ? എന്താ വൈറ്റ്? എന്താ? ആ ഉണ്ടാവുണ്ടേ. അങ്ങനെ പദം ഉണ്ടാവോ? മർണിഷ്കേ അവിടെ വെക്കണോ? എത്ര പോണ്ട് പറയൂ. പിന്നെന്താ അതിന് കുഴപ്പമില്ല.
കുഞ്ഞിടക്ക് ചെറിയൊരു ഷോപ്പിംഗ്. ഇത് ഷോപ്പിങ്ങും കഴിഞ്ഞ് ഫുഡും കഴിച്ചപ്പോൾ നേരെ റൂമിലോട്ട്. ചട്ടി പൊറോട്ട, ഇറച്ചിച്ചോറ്. കൺഫ്യൂഷനായിപ്പോയി. കൊടുക്ക്, ഓൻ പൊട്ടിക്കട്ടെ, ഓൻ കൊടുക്കേ. ഒമറിന് കാക്ക ടോയ് വാങ്ങി, ഒമറിന് കാക്ക ടോയ് വാങ്ങി, ഒമറിന് കാക്ക ടോയ് വാങ്ങി. ഒമരൂന് ടോയ് വാങ്ങി തന്നോ? സൂപ്പർ ആണല്ലോ. സൂപ്പറാണ്. മായിച്ചാളി മായിച്ചാളി മായിച്ചാളിയേ മായി. ഉമർ അവിടെ അല്ലേടാ ഇവിടെ. ഓ ഉമർ അതാ സൂപ്പർ. രണ്ടാ ഇത് വായിച്ചാ പോയി. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇന്ന് ഫുഡ് കഴിച്ച് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. 12 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ റൂം എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. കുറച്ച് ഡ്രസ്സൊക്കെ ലിങ്കോലായി കിടക്കുന്നുണ്ട്, അതൊന്നും വിഷയമൊക്കെണ്ട. അപ്പോൾ ഇനി നാളെ മെയിൻ സ്പോട്ടിലേക്ക് വാദി ദർബാദ് ആണ്. അപ്പോൾ ഓക്കെ, ബൈ.